സ്വാർത്ഥതയും നിറഞ്ഞ ആ കാലഘട്ടത്തിൽ നോഹ എന്ന മനുഷ്യൻ നീതിമാനായി ദൈവമുമ്പിൽ ജീവിക്കുവാൻ തീരുമാനിച്ച ആ നോഹയെ ദൈവം തെരഞ്ഞെടുത്ത് അവനോട് വിളിച്ചു പറഞ്ഞു, ഈ സകല മാനവജാതിയെ ഞാൻ ജലപ്രളയത്താൽ നശിപ്പിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഗോഹർ മരം കൊണ്ട് ഒരു വലിയ കപ്പൽ ഉണ്ടാക്കണം. എന്നിട്ട് നീ നാടുകളെ വിളിച്ചു പറയണം, ദൈവം ഈ ലോകത്തെ നശിപ്പിക്കാൻ പോകുകയാണ്, ന്യായവിധി വരാൻ പോകുകയാണ്. അതുകൊണ്ട് ആ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഈ നിർമ്മിച്ചിരിക്കുന്ന കപ്പലിൽ നിങ്ങൾ പ്രവേശിക്കണമെന്ന് നാടുനീളെ നീ പറയുക, ആഹ്വാനം ചെയ്യുക. അതിൽ ആഗ്രഹിച്ച് ആ തീരുമാനം അല്ലെങ്കിൽ ആ ആഹ്വാനത്തെ അംഗീകരിച്ചുകൊണ്ട് കടന്നു വരുന്നവരെ ആ കപ്പലിൽ കയറ്റി നിരീക്ഷിക്കുക എന്നുള്ളതായ ഒരു രക്ഷാ ദൗത്യം നോഹയെ ഏൽപ്പിക്കുവാൻ അന്ന് മുതൽ നോഹ ആ കപ്പലിന്റെ പണി തുടങ്ങുവാൻ ആരംഭിച്ചു. അതോടൊപ്പം തന്നെ നാടുനീളെ താൻ വിളിച്ചു പറയാൻ തുടങ്ങി, ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തെ ദൈവം ന്യായവിധിക്കാൻ പോകുന്നു, ജലപ്രളയത്താൽ ന്യായവിധിക്കാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങളെ ദുഷ്ടത വെടിഞ്ഞ് നല്ല മനുഷ്യരായി ജീവിക്കുവാൻ, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ, ജീവിതത്തിൽ സ്വഭാവ രൂപീകരണം വരുത്തിക്കൊണ്ട് ജീവിക്കുവാൻ തീരുമാനിക്കുകയും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ കപ്പലിൽ പ്രവേശിക്കുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുവാനിടയായി തീർന്നു. അന്നത്തെ മനുഷ്യർ നോഹയെ അവൻ പറഞ്ഞ വാക്കുകളെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം ഇന്നുവരെ ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ മഴ പെയ്ത് ജലപ്രളയം ഉണ്ടാകുമെന്നുള്ള നോഹയുടേതായ ആ പ്രസംഗം ആരും തന്നെ അംഗീകരിച്ചില്ല. മാത്രമല്ല അദ്ദേഹത്തെ കളിയാക്കുവാനും നിന്ദിക്കുവാനും അദ്ദേഹത്തിന് തലയ്ക്കെന്തോ പ്രയാസമുള്ള വ്യക്തിയാണ് എന്ന നിലയിൽ അവർ അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ ഇടയായി തീർന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഈ തിരുക്കോണികളിൽ കോണികളിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അനേകടികളിൽ അങ്ങനെയുള്ള ചിന്തകൾ തന്നെയാണ് ഇന്നുമുള്ളത്. ഇവർക്ക് വേറെ ജോലി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് തലയ്ക്കെന്തെങ്കിലും പ്രയാസമുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് എന്ന് ചിന്തിക്കുന്നവരും അതേ അഭിപ്രായമുള്ളവരും പലരും കാണും. അതെ, അന്നും അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ പെട്ടകത്തിന്റെ പണി തീർന്നു. എല്ലാ മനുഷ്യരിൽ നിന്നും ആഗ്രഹമുള്ളവരെ കടന്നു വരുവാൻ അത് പറഞ്ഞു. എന്നാൽ നോഹയും ഭാര്യയും തന്റെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും മാത്രമല്ലാതെ ഒറ്റ മനുഷ്യനും ഈ കപ്പലിൽ കയറുവാൻ തയ്യാറായില്ല. എന്നാൽ എന്താ സംഭവിച്ചത്? നോഹ എന്ന കുടുംബം കപ്പലിൽ കയറി ഉടൻ തന്നെ ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചു. അന്ന് മുതൽ 40 രാവും 40 പകലും ഭൂമി പോരാത്ത മഴയുണ്ടായി. നമുക്കറിയാൻ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ നാട്ടിലുണ്ടായ മഴ 2018 ഒറ്റ ദിവസത്തെ മഴ കൊണ്ട് എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് നമുക്കറിയാൻ കഴിയും. ഈ അടുത്ത കാലത്ത് വയനാട്ടിൽ ഉണ്ടായ ഒറ്റ ദിവസത്തെ മഴ കൊണ്ട് ഉണ്ടായ നാശനഷ്ടങ്ങളില് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 40 രാവും 40 പകലും ഭൂമിയിൽ നിർത്താതെ മഴ പെയ്യുവാൻ ഇടയായി തീർന്നു. അതുവരെ മനുഷ്യൻ വിചാരിച്ചത് നോഹ പറഞ്ഞത് വെറും ഒരു പഴങ്കഥയാണ്, നോഹ പറഞ്ഞതിന് പൊട്ടക്കഥയാണ്, നോഹയ്ക്ക് വേറെ തൊഴിലില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അന്ന് അങ്ങനെ അഭിപ്രായം പറഞ്ഞവർ അവർ ക്രമേണ ചിന്തിക്കാൻ തുടങ്ങി. അതെ, നോഹ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് തോന്നുന്നു. 40 ദിവസത്തിന് രാവിലെയും രാവും പകലും നിർത്താതെ പെയ്ത മഴയിൽ ഭൂമിയിൽ വെള്ളം പൊങ്ങുവാൻ ഇടയായി തീർന്നു. ഉയർന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെയെല്ലാം വെള്ളത്തിനടിയിലായി തീരുവാൻ ഇടയായി തീർന്നു. മനുഷ്യൻ നെട്ടോട്ടമോടുവാൻ തുടങ്ങി. പലരും വന്ന് നോഹയുടെ ഈ പെട്ടകത്തിന്റെ വാതിൽക്ക് വന്ന് മുട്ടിവിളിച്ചു തങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ. പക്ഷേ ദൈവം വാതിലടച്ചുകൊണ്ട് അതിൽ ആർക്കും തന്നെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യം. അങ്ങനെ ഭൂമിയിൽ മുഴുവൻ അതേ
ജനവും അല്ലെങ്കിൽ നോഹയും കുടുംബവും ഒഴികെയുള്ള മുഴുവൻ മാനവരാശിയും സകല ജീവജന്തുക്കളും അതെ ജലപ്രളയത്തെ നശിക്കുവാനിടയായി തീർന്നു. യേശു ക്രിസ്തു ഈ കാലഘട്ടത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുന്നു, നോഹയുടെ കാലം പോലെയുള്ള ഒരു കാലമാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നാം ദിവസവും കേൾക്കുന്ന അതേ വാർത്തകൾ, നാം ദിവസവും കേൾക്കുന്ന അതേ ഓരോരോ അതേ ന്യൂസുകൾ എന്താണ് പറയുന്നത്? ഒരിക്കലും മുൻപ് കേട്ടിട്ടില്ലാത്ത വിധത്തിൽ മനുഷ്യൻ സസ്നേഹികളായി മാറി. ഈ കാലഘട്ടത്തെ നമുക്ക് പറയാൻ കഴിയും സെൽഫിയുടെ കാലഘട്ടം എന്ന് പറയാൻ കഴിയും. മനുഷ്യൻ സ്വാർത്ഥത ഉള്ളിൽ നിറഞ്ഞവരായി തങ്ങളെ തന്നെ വെളിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നവരായി തീർന്ന ഒരു കാലഘട്ടം. തങ്ങളുടെ സൗന്ദര്യം, തങ്ങളുടെ സമ്പത്ത്, തങ്ങളുടെ കഴിവ് അത് മാത്രം എടുത്തു കാണിക്കുന്ന തരത്തിൽ മനുഷ്യൻ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ഇത് സെൽഫിയുടെ കാലഘട്ടമാണ്. മാത്രമല്ല, ജന്മം നൽകിയ അതേ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്ന മാതാപിതാക്കളുടെ കാലഘട്ടം, ജന്മം നൽകി വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളെ കൊന്നെടുക്കുന്ന മക്കളുള്ള കാലഘട്ടം, സാമ്പത്തിക തട്ടിപ്പുകളും അഴിമതിയും എല്ലാ നിലവാരത്തിലായ നിരൂപമായിരിക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നിശ്ചയമായതും നോഹയുടെ കാലത്തിന് സമാനമായൊരു കാലഘട്ടം തന്നെയാണ്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഈ ലോകം ഒരു ന്യായവിധിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് ദൈവിക പദ്ധതികൾക്കെതിരായി, ദൈവം വെച്ച സ്റ്റാൻഡേർഡുകൾക്ക് വിരുദ്ധമായി, ദൈവം വെച്ചിരിക്കുന്ന സാമൂഹ്യ നിലകൾക്ക് വിരുദ്ധമായി മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന് ഇടപെടാതിരിക്കുവാൻ കഴിയത്തില്ല. ഒരു വലിയ മഹാക്രോധം, ദൈവിക ക്രോധം മാനവജാതിയുടെ മേൽ വരാൻ കാലമായി എന്ന് ഈ കാലഘട്ടത്തിലെ സംഭവ വികാസം നമ്മെ വിളിച്ചോതുന്നു. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, ദൈവം അങ്ങനെ എല്ലാമേ ന്യായം വിധിക്കുന്ന ദൈവമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. നിശ്ചയമായും ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം നീതിമാനായ ദൈവമാണ്. അനീതിക്കെതിരെ ഒരിക്കലും അതിനോട് കോംപ്രമൈസ് ചെയ്യാത്ത ദൈവം. ഹല്ലേലൂയ. അത് ന്യായത്തെ, കുറ്റത്തെ വിധിക്കുക തന്നെയും ന്യായം വിധിക്കുക തന്നെ ചെയ്യും. എന്നാൽ ദൈവത്തിന്റെ പരമമായ ഉദ്ദേശം അതല്ല. അന്ന് നോഹയുടെ കാലത്ത് ജലത്തെ ന്യായം വിധിക്കുവാൻ ജലപ്രളയം ഉണ്ടാക്കിയപ്പോൾ അതിന് തൊട്ട് മുൻപായിട്ട് താൻ ഒരു രക്ഷാപ്പെട്ടകം ഉണ്ടാക്കി, ഒരു വലിയ കപ്പലുണ്ടാക്കി. ആർക്കെങ്കിലും തങ്ങളുടേതായ മോശമായ ജീവിത വഴികളെ വിട്ടുകളഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അവരെ രക്ഷിക്കുവാൻ ദൈവം ഒരു കപ്പലുണ്ടാക്കുവാൻ നോഹയെ ഏൽപ്പിച്ചതുപോലെ ദൈവം ഈ കാലഘട്ടത്തിലും ആർക്കെങ്കിലും രക്ഷപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തങ്ങളുടെ അനീതിയും തങ്ങളുടെ ദുസ്വഭാവങ്ങളും വിട്ടുകളഞ്ഞുകൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന ദൈവിക നിലവാരമനുസരിച്ച് ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടി ദൈവം ഒരു രക്ഷാപദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അതിന്റെയൊക്കെ കേവലം 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി ക്രൂശിൽ കർത്താവ് യേശു ക്രിസ്തു നിർവഹിച്ച രക്ഷണ്യ വേദ തന്നെയാണ്. മുഴുവൻ മാനവജാതിയും പാപം ചെയ്ത് ദൈവദേശില്ലാത്തവരായ ദൈവിക ക്രമത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ പാപരഹിതനായ പാപമില്ലാത്തവനായ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ ജീവനെ നൽകുവാനിടയായിത്തീർന്നു. ദൈവത്തിന്റെ പാപത്തിന്റെ പരിഹാര വിലയായി യേശുവിനെ തന്നെ കൊടുക്കുവാനിടയായിത്തീർന്നു. തിരുവചനം ഇങ്ങനെ പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചുകൊണ്ട് തന്റെ സ്വന്തം പുത്രനെ തന്നെ മനുഷ്യർക്ക് മറുവിലയായി അവരുടെ പാപത്തിന് പരിഹാരമായി ബലിയായി ഏൽപ്പിച്ചു കൊടുത്ത് സ്നേഹിച്ച ദൈവത്തിന്റെ മഹാസ്നേഹം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഈ കാലഘട്ടത്തിലും തങ്ങളുടെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട്, പാപത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവിക രക്ഷ കരസ്ഥമാക്കാൻ കഴിയും. കർത്താവ് അതിനുവേണ്ടി വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് ദൈവം പറയുന്നില്ല. കഠിനമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നില്ല. ധാരാളം പണച്ചെലവുള്ള യാഗങ്ങളോ അർപ്പണങ്ങളോ തർപ്പണങ്ങളോ ചെയ്ത് ആ രക്ഷ കരസ്ഥമാക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നില്ല.
കേവലം ഒരു കാര്യം മാത്രമാണ് ദൈവം പറയുന്നത്, തികച്ചും സൗജന്യമായ രക്ഷ ഓരോരുത്തർക്കും തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള ആ രക്ഷ പ്രാപിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? നന്നായിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നുകൊണ്ട്, കർത്താവെ, ഞാൻ ഒരു തെറ്റുകാരനാണ്, ഞാനൊരു പാപിയാണ്, പാപത്തിന്റെ ശിക്ഷ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. പാപത്തിന്റെ ശിക്ഷയെ നിത്യ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കൽവരി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങളെ ഞാൻ ഓർത്ത് അനുഭവിക്കുന്നു. എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ പുത്രനാക്കി എന്നെ തീർക്കണമെന്നുള്ള ഒറ്റ പ്രാർത്ഥന, ആത്മാർത്ഥതയോടെ ഹൃദയംഗമായ ഒരു പ്രാർത്ഥന ആമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആമേ സ്തോത്രം, സ്വർഗീയ കവാടം നമുക്കായി തുറക്കപ്പെടുവാൻ ഇടയായിത്തീരും. നിത്യ ന്യായവിധിയിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കുവാൻ ഇടയായിത്തീരും. ദൈവ മക്കളാക്കി നമ്മെ തീർക്കുവാൻ ദൈവം ഇടയാക്കും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുക ദൈവമക്കളെ. ആമേ പണ്ഡിത പാമ്പര ഭേദമന്യേ, ജാതിമത ഭേദമന്യേ, വർഗവർണ്ണ വ്യത്യാസമന്യേ യേശു സകലരെയും ഇതിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്കെതിരെ രക്ഷപ്പെടുവെന്ന് ഇന്ന് പകൽക്കാലം ഈ വചനം ഈ വശത്തോട് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു വഴിയുണ്ട്, നിത്യന്യായവിധിയിൽ രക്ഷപ്പെടുവാൻ ഒരു വഴിയുണ്ട്. ആമേൻ. സ്തോത്രം. അത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ഉയർത്തിയതായ ആ രക്ഷണ്യ വേലയാണ്. അതിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. നിത്യമായ നരകാഗ്നിയിൽ നിന്ന് നിത്യ സൗഭാഗ്യങ്ങളിലേക്ക് ജീവിക്കുവാൻ ഇടയായിത്തീരും. അത് മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ ഞങ്ങളും ഇതുപോലെ സ്വന്തമായ തീരുമാനങ്ങൾ അനുസരിച്ച് സ്വന്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി ഓടിയവരാണ്. ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ജീവിതം പലപ്പോഴും മുമ്പിലൊരു ചോദ്യചിഹ്നമായി എങ്ങനെ ജീവിക്കുമെന്നുള്ള തീരുമാനത്തിൽ വന്നപ്പോൾ പലപ്പോഴും ആത്മഹത്യ തന്നെയാണ് ഒരു പരിഹാരമെന്ന് ചിന്തിക്കേണ്ട അവസരങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ എത്തിയിട്ട് വന്ന യേശു ക്രിസ്തുവിന്റെ മഹാസ്നേഹമാണ് ഇന്ന് പകലിൽ ഞങ്ങൾ രൂപാന്തരം വരുത്തുവാൻ ഇടയായിത്തീർന്നത്. ദൈവിക സമാധാനം ഞങ്ങളുടെ ഉള്ളിൽ നിറച്ച് ഇന്ന് പകലിൽ മറ്റുള്ളവരെയും ഈ സമാധാന സന്ദേശവരെയും അറിയിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ പ്രാപ്തമാക്കിയത് കൊണ്ടാണ് ഇന്ന് പകലിൽ ഈ നട്ടിച്ച നേരത്ത് ഈ തിരുക്കോണിൽ നിന്നുകൊണ്ട് യേശുവിനെ ഉയർത്തി കാണിക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുള്ളത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ എങ്ങനെ ജീവിക്കുമെന്നുള്ള ആ ഭാരത്തോടെ ആയിരിക്കുന്നു. ഒരുപക്ഷെ രോഗം നിങ്ങളെ വല്ലാതെ അലട്ടുന്ന ഒരു മാനസികാവസ്ഥയിൽ നിങ്ങളായിരിക്കുന്നെങ്കിൽ ആമേൻ സ്തോത്രം, എങ്ങനെ ജീവിക്കും, എങ്ങനെ എന്തായിത്തീരുമെന്ന ഭാവി എന്തായിത്തീരുമെന്ന് ആശങ്കപ്പെടുന്ന അവസരത്തിൽ നിങ്ങളായിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്കായി സന്തോഷ വാർത്ത. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം കർത്താവിലേക്ക് നിങ്ങൾ കടന്നു വരുമെങ്കിൽ, അവന്റെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുമെങ്കിൽ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുവാനും ഇടയായിത്തീരും. അതിനാൽ ദൈവമായ കർത്താവ് നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ആമേൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുമെങ്കിൽ ആമേൻ ഞങ്ങൾ ഒരു നിമിഷം നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുവചനത്തിലൂടെയും ശ്രദ്ധിച്ച എല്ലാ മാന്യദേശവാസികൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കാൽവരി ക്രൂശിൽ ആമേൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങേ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ വസ്തുത ഇന്ന് പകലിൽ ഞങ്ങൾ ജനത്തോട് അറിയിക്കുവാനിടയായി തീർന്നു. ഭാരത്തോടെ ആയിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ജീവിതത്തിൽ സമാധാനമില്ലാത്തവരുണ്ടെങ്കിൽ, നിരാശയിൽ കഴിയുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുന്നു. ദേശത്ത് ദൈവം സമാധാനം അയക്കണമേ. ദേശത്തെ ജനത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകണം. അങ്ങനെയുള്ള പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.